കായയും അവിലും കൊണ്ട് നമുക്കൊരു 4 മണി പലഹാരം തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ചൂടായ കടായിലേക്ക് ആദ്യം നമുക്ക് ഒരു 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ അലിയിച്ചെടുക്കുമ്പോൾ ഈ ശർക്കര പാനിയിൽ തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് അരിച്ചിട്ട് വേണം പിന്നെ ബാക്കി ചേരുവകൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇപ്പം വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ പാടില്ല, കുറച്ച് കട്ടിയുള്ള പീസസ് ആയിട്ട് വേണം നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് പാടില്ല നേന്ത്രപ്പഴം. അപ്പോൾ കറക്റ്റ് പാകത്തിന് നേന്ത്രപ്പഴം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ ആ പഴം ഒന്ന് മുറിഞ്ഞു പോകാതെ, ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാതെ വേണം ഒന്ന് ഇളക്കി എടുക്കാൻ. അപ്പോൾ അവിലും അതുപോലെ ചെറിയ തേങ്ങയൊക്കെ ചേർത്തപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് ശർക്കര പാനിയിലെല്ലാം മിക്സ് എല്ലാം കൂടി ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിങ്ങയും ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഒന്ന് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് മൂത്ത് നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുന്തിരിങ്ങ ചേർക്കുമ്പോൾ കറുത്ത മുന്തിരിങ്ങയും അതുപോലെ തന്നെ കിസ്മിസും ഇതിൽ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. കാഷ്നട്ടിന്റെ ആ നിറമൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും മൂപ്പിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചേർക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.